ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഹന്തി ഗ്രേവിയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ സൂപ്പർ ചിക്കൻ ഹന്തി ഗ്രേവി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ പീസസ് ആണ്. 1.5 കിലോ ചിക്കൻ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തെടുക്കുക. അതിനുശേഷമാണ് ഈ ചിക്കൻ പീസസ് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഓയിലിലിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പാൻ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നേരം മാത്രം നമ്മുടെ ചിക്കൻ ഒന്ന് കുക്കാക്കിയെടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനിലുള്ളത് ഓയിൽ മാത്രമല്ല, ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന സ്റ്റോക്കും കൂടിയാണ്. ഇനി നമുക്ക് ഈ സ്റ്റോക്കോട് കൂടി തന്നെ ചിക്കൻ മാറ്റാം. ചിക്കൻ നമ്മൾ സ്റ്റോക്കോട് കൂടി തന്നെ മാറ്റിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടും ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം പൊട്ടി വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓയിലിലിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. 3 വലിയ സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അല്പം കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അതിൻ്റെ ബാക്കിയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഓയിലിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചാനലിൽ നമ്മൾ പലതരം ചിക്കൻ കറികളും ചിക്കൻ ഗ്രേവി, ചിക്കൻ ചുക്ക, ചിക്കൻ ഫ്രൈ ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം വെറൈറ്റി ടേസ്റ്റ് ആണ്. ഈ ഒരു ചിക്കൻ ഹന്തി ഗ്രേവി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആണ്, ഒന്നും പറയാനില്ല, അത്രക്കും ടേസ്റ്റ് ആണ്. നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ട, ചപ്പാത്തി, കുബൂസ് ഇതിൻ്റെ എല്ലാം കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത്. ഇപ്പം നമ്മുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോയാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 വലിയ ടൊമാറ്റോയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കുക്കാക്കിയെടുക്കുക. ടൊമാറ്റോ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഗരം മസാല പൗഡർ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, അത് പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. പൊടികളൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ പീസസ് ആണ്. സ്റ്റോക്കോട് കൂടി തന്നെ വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആക്കി എടുക്കാം. നമ്മുടെ ചാനലിലെ പല ഡിഷസും ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം ഉണ്ടാക്കിയിട്ട് എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാറുണ്ട്. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയില്ലാത്ത തൈരാണ്. 2 ടേബിൾ സ്പൂൺ അളവിലുള്ള തൈരാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ട് 1-2 തവണ ഇളക്കി കൊടുത്തിരുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാല പൗഡറാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്.
ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി മേത്തിയാണ്. കസ്തൂരി മേത്തി നാട്ടിൽ അവൈലബിൾ ആണോ എന്നൊന്നും അറിയില്ല. കസ്തൂരി മേത്തി കയ്യിലുള്ളവർ ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലാത്തവർ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒന്നുകൂടി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ സൂപ്പർ ചിക്കൻ ഹന്തി ഗ്രേവി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.